നബിവാക്യം. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? ഒരാൾ വന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു. അപ്പോൾ നബി തിരുമേനി പറഞ്ഞു, തൻ്റെ ശരീരം കൊണ്ടും ധനം കൊണ്ടും ദൈവമാർഗത്തിൽ സമരം ചെയ്യുന്നവനാണവൻ. ദൈവമാർഗത്തിൽ സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അക്രമത്തിനും അനീതിക്കും അസത്യത്തിനും എതിരിൽ സമരം ചെയ്യുക എന്നാണ് അർത്ഥം. അതിനാണ് ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറയുന്നത്. അതുപോലെ ജനോപകാരപ്രദമായ സകല പ്രവർത്തനങ്ങളും സൽക്കർമ്മങ്ങളൊക്കെ ജിഹാദ് തന്നെയാണ്. ഖുർആനിൽ പറയുന്നുണ്ട്, ആരെങ്കിലും ജിഹാദ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ്. നിശ്ചയം ദൈവം ജനങ്ങളെ ഒട്ടും തന്നെ ആശ്രയിക്കാത്തവനാണ്. മറ്റൊരു ഖുർആൻ വചനത്തിൽ ജിഹാദിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നന്മ പ്രവർത്തിച്ചാലുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് എപ്പോഴും ഭയപ്പെടുത്തുകയും തിന്മ അനുവർത്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്ന ചെകുത്താനുമായിട്ട് സദാ സമരം ചെയ്തുകൊണ്ടിരിക്കണം. തന്നെ ദേഹേച്ഛയുടെ അടിമയാക്കാൻ ശക്തമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം മനസ്സുമായും സമരം ചെയ്യണം. ലോകത്ത് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ് ജിഹാദ്. വിശുദ്ധ യുദ്ധം എന്ന് ജിഹാദിന് അർത്ഥമേയില്ല. അത് ഇസ്ലാമിനോടുള്ള മുൻവിധി നിറഞ്ഞ വെറുപ്പും വിദ്വേഷവും മുസ്ലിങ്ങളോടുള്ള വംശീയ വിവേചനവും പിടിപെട്ട ഒരു കൂട്ടം പാശ്ചാത്യൻ എഴുത്തുകാർ സൃഷ്ടിച്ചതാണ്. അധ്വാനിക്കുക, ത്യാഗം ചെയ്യുക എന്നൊക്കെയാണ് ജിഹാദിൻ്റെ ശരിയായ അർത്ഥം. അധർമ്മങ്ങൾക്കെതിരെ ധർമ്മം സ്ഥാപിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പറയുന്ന വാക്കാണ് ജിഹാദ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ജിഹാദിനെ പരിഹസിച്ചുകൊണ്ട് ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ബീഫ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നതും കാണാം. ഇതൊക്കെ തികച്ചും ഇസ്ലാമോഫോബിയയുടെ ഭാഗം തന്നെയാണ്.